ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ഷേത്രം എന്താണെന്നുള്ളതാണ്. ക്ഷേത്രം എന്ന സങ്കല്പം മനുഷ്യ ശരീരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പരമാത്മാവും ജീവാത്മാവും ചേരുന്ന അമ്പലമേതെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരമാണെന്നാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നതും. ഒരു മനുഷ്യന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്ന രീതിയിലാണ് ക്ഷേത്ര നിർമ്മിതി. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നീ മനുഷ്യ ശരീര പഞ്ചകോശങ്ങളെ ക്ഷേത്രം പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ശ്രീകോവിലിനെ ദേവന്റെ ശിരസായാണ് സങ്കല്പിക്കുന്നത്. ഇവിടെയുള്ള ഷടാധാര വിധിപ്രകാരം പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം ദേവന്റെ സൂക്ഷ്മ ശരീരമാണ്. ശ്രീകോവിലിനു ചുറ്റും ചെറിയ ബലിക്കല്ലുകൾ വരെയുള്ള അകത്തെ പ്രദക്ഷിണ വഴി ദേവന്റെ മുഖത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ദിക്പാലകന്മാർ മനസ്സിന്റെ അതിർത്തി ദേവതകളെന്നാണ് സങ്കല്പം. ശ്രീകോവിലിന്റെ മുൻവശത്തായി മുഖമണ്ഡപമുണ്ട്. ഇതാണ് ദേവന്റെ കഴുത്ത്. നാലമ്പലമാകട്ടെ കൈകാലുകളുടെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിനു പുറമേയുള്ള പ്രദക്ഷിണ വഴിയാണ് ദേവന്റെ വയറായി കണക്കാക്കുന്നത്. ധ്വജം ദേവന്റെ നട്ടെല്ലാണ്. പുറത്തെ മതിൽക്കെട്ടുകളാകട്ടെ ദേവന്റെ മുട്ടുകളും കണങ്കാലുകളുമാണ്. ഗോപുരത്തെ പാദമായി സങ്കല്പിക്കപ്പെടുന്നു. ഇതാണ് ക്ഷേത്രം. താങ്ക് യു.